Okay, so let us start. We have some grammar parts remaining in the previous lesson. Sir, Yes, sir told to read and sign. yes. I asked you to read and sign. Did you all? Did you both? Oh, all means only there now. Okay, that's it. And Maria, okay. Son, show me if there is. Not. That's punishment. I am coming there. Ready? Faith, did you get? Coming only. Good morning, sir. Good morning, good morning. Did you get the sign, Faith, last class? No, sir. I am coming there also. So after this class, I have one period free. That time I am coming there. First to Faith house and then. സാർ മമ്മി ഇവിടെ ഇല്ല സാറേ. എന്താ പപ്പ ഉണ്ടല്ലോ? ഇല്ല സാറേ, ആരും ഇല്ല ഇവിടെ. ഇപ്പൊ ഇല്ല, ഇപ്പൊ ഇവിടെയാണെന്ന് എനിക്കറിയാം പപ്പ. പക്ഷെ അവിടെ വീട്ടിൽ വരുന്നുണ്ടല്ലോ. ഒരാഴ്ച ആയില്ലേ, എന്നിട്ട് ഇതുവരെ വീട്ടിൽ വന്നില്ലേ? മിക്കവാറും അവർ വരുമ്പോഴത്തേക്ക് നീ മുങ്ങി നടക്കുമായിരിക്കും. Okay, let's see that later. Anyway, there is some what that lesson has some grammar part. Let that be there. Maybe in the next class we will discuss, or we have time. This morning is good to tell another story. So that's it. We are proceeding to the next ghost story. Okay. So morning time after the night it is good. Some other today, some what is that? Here it looks like some cloudy. Sir. സാർ വേഗം തുടങ്ങിക്കും. ക്ലൗഡി ആണ്. സാറ് പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല, ഇടയ്ക്ക് സ്റ്റെക്ക് ആയിട്ടാ കേൾക്കുന്നത്. ഇല്ല സാർ, കേൾക്കാം. ഇവിടുത്തെ കുഴപ്പമില്ല, അവിടുത്തെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. നോ പ്രോബ്ലം, വിൽ സീ. ഓക്കെ, ഏതാണേലും ഇപ്പൊ രാവിലെ ഗോസ്റ്റ് സ്റ്റോറി പറയാൻ പറ്റിയ സമയം. അതുകൊണ്ട് വി ആർ സ്റ്റാർട്ടിങ് നൗ ഡയറക്റ്റ്. The ghost of Christmas yet to come. Page number 92. Page number 92. The ghost of Christmas yet to come. നമുക്കറിയാം ക്രിസ്മസ് സീസൺ കഴിഞ്ഞു എങ്കിലും the ghost of Christmas yet to come. ക്രിസ്മസിന് ഗോസ്റ്റ് ഉണ്ട്. ക്രിസ്മസിനും ഗോസ്റ്റ് ഉണ്ടോ? Is there? നോക്കാം. A Christmas Carol is one of the greatest classics in the world, written by Charles Dickens. Charles Dickens എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്തിലെ പ്രധാനപ്പെട്ട നോവലുകളിൽ ഒന്നാണ് A Christmas Carol എന്ന് പറയുന്ന പുസ്തകം. Okay? In the story, Dickens shows the need for fellow feelings and sympathy if we are to live happily in this world. ഈ ലോകത്ത് സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ മാത്രം സന്തോഷമായാൽ പോരാ, ബാക്കിയുള്ളവരെയും സന്തോഷിപ്പിക്കണം, ബാക്കിയുള്ളവർക്ക് നമ്മൾ ഷെയർ ചെയ്യണം. അതാണ് എന്ത് ഈ സ്റ്റോറിയിലൂടെ പറയുക. So Ebenezer Scrooge was a miserly, grasping, hard businessman who was mean to everyone, especially his clerk Bob Cratchit. Refused to help the poor and hated Christmas. നമ്മളെ ഈ കഥയിൽ എബനേസർ സ്ക്രൂജ് ആണ് ഇവിടുത്തെ നമ്മുടെ കഥയിലെ നായകൻ എന്ന് പറയാം. ഓക്കെ, എബനേസർ സ്ക്രൂജ് വാസ് എ മൈസർലി, ഒന്നും പൈസ ചെലവാക്കിയാലാത്ത ഭയങ്കര പിശുക്കൻ. അങ്ങനത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പിശുക്കന്മാരെ കണ്ടിട്ടില്ലേ? അല്ലെ, പിശുക്കുകളെ പൈസ എന്ത് ചെയ്താൽ ചെലവാക്കില്ല, ചുരുട്ടി പിടിച്ചോണ്ടിരിക്കുന്നു. കൈപ്പിട്ടോണ്ടിരിക്കുന്നല്ല അർത്ഥം. എല്ലാം കൂട്ടിയിരിക്കും. എല്ലാം കൂട്ടി വെക്കും. ഇത് മുഴുവൻ മരിക്കുമ്പോൾ കൊണ്ടുപോകുന്ന വിശ്വാസത്തിലൂടെ ആയിരിക്കും അത് മുഴുവൻ കൊണ്ടുപോകുന്നത്. സാധാരണ ഒരാൾ മരിക്കുമ്പോൾ നമ്മളിവിടെ എന്തൊക്കെ ഉണ്ടാക്കിയാലും കൊണ്ടുപോകുന്നുണ്ടോ? യു എയിലാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈജിപ്തിലൊക്കെ അങ്ങനത്തെ വിശ്വാസമുണ്ട് സാറേ. വിശ്വാസമുണ്ട്, പക്ഷെ കൊണ്ടുപോകാൻ പറ്റുമോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഇമ്പോസിബിൾ.
ഇല്ല, ഇമ്പോസിബിൾ. നമുക്കറിയാം, ഒരു കോടീശ്വരൻ മരിച്ച കാര്യം അവിടെ കുറെ കാലം മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത. അതെ. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വർണ്ണ വിമാനം അങ്ങനെയെല്ലാം ഉണ്ട്. എന്നിട്ട് മരിച്ചപ്പോഴോ വല്ലതും കൊണ്ടുപോകാൻ പറ്റിയോ? ഇല്ല. ഒരു പിച്ചക്കാരൻ മരിച്ചാലും വല്ലതും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ആര് മരിച്ചാലും, പണക്കാരനാണേലും പാവപ്പെട്ടവനാണേലും, മരിച്ചാൽ എല്ലാവരും ഒരേപോലെ. So in the same way here, miserly grasping hard businessman who was mean to everyone, especially this clerk Bob Cratchit. എല്ലാവരോടും ഭയങ്കര വിശുദ്ധത്തരം കാണിക്കുക, അല്ലെങ്കിൽ ഭയങ്കര ക്രൂരമായിട്ടൊക്കെ പെരുമാറുക. അദ്ദേഹത്തിന്റെ ക്ലർക്കായിട്ടുള്ള ബോബ് കാച്ചിനോട് അടക്കം. refuse to help the poor. Poor people ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല. and hated Christmas. ക്രിസ്മസ് ഇഷ്ടമേ അല്ല. As a result, the rest of the humanity shunned Scrooge, but he didn't care one little bit. എല്ലാവരും, മനുഷ്യരെല്ലാവരും അദ്ദേഹത്തെ ഒഴിവാക്കി. എന്നാലും അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല, എനിക്ക് ഇഷ്ടംപോലെ കാശുണ്ട്, പിന്നെ എനിക്ക് എന്താ കുഴപ്പം എന്നാ അദ്ദേഹം ചിന്തിക്കുക. ഓക്കെ, അത് ഇൻട്രൊഡക്ഷൻ. We are now proceeding to the ghostly life. One Christmas Eve, Scrooge went home after refusing to join his nephew Fred at Christmas dinner or take part in any way in Christmas cheer, calling it all humbug. One Christmas Eve, Scrooge went home after refusing to join his nephew Fred. ഒരു ദിവസം ക്രിസ്മസ് Scrooge went home after refusing to join his nephew. Who is nephew? Nephew അല്ല, nephew എന്ന് പറയുന്നത് ഒരാളുടെ ചേട്ടന്റെയോ അനിയന്റെയോ ചേച്ചിയുടെയോ അനിയത്തിയുടെയോ മോനെയാണ് നെഫ്യൂ എന്ന് പറയുക. ഓക്കെ, ഒരാളുടെ ബ്രദറിന്റെയോ സിസ്റ്ററിന്റെയോ മോനെ നെഫ്യൂ എന്ന് പറയും. മോളാണെങ്കിൽ നീസ് എന്ന് പറയും. റെഡി? അപ്പൊ ഇവിടെ നെഫ്യൂ refusing to join his nephew Fred at the Christmas dinner or take part in any way in Christmas year. ക്രിസ്മസിന്റെ ക്രിസ്മസ് ഡിന്നറിലോ ക്രിസ്മസ് എന്ത് പരിപാടിയിലും കൂടാതെ calling it all a humbug എന്ന് പറയും. എന്താ? നോൺസെൻസ്. ഇതൊക്കെ വെറുതെ ആഘോഷിക്കുന്ന, ഇത് മുഴുവൻ നോൺസെൻസ് ആണ്, ബുദ്ധിശൂന്യതയാണെന്നൊക്കെ പറയും. ആര് പറയും? Scrooge. That evening, his late partner Jacob Marley's ghost, who in life had been another Scrooge, visited him. ഇതാ സംഭവം. That evening, his late partner, late എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്ന മരിച്ച പാർട്ട്ണർ, അദ്ദേഹത്തിന്റെ മരിച്ച സുഹൃത്ത് ജേക്കബ് മാർലീസ് ഗോസ്റ്റ്, who in life had been another Scrooge, visited him. ജീവിതത്തിൽ ഈ ജേക്കബ് മാർലി എന്ന് പറയുന്ന ആള് ഈ സ്ക്രൂജിനെ പോലെ തന്നെ വെറും പിശുക്കൻ. അതുപോലെ തന്നെ സ്ക്രൂജിന്റെ വേറൊരു പതിപ്പായിരുന്നു. ഓക്കെ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഗോസ്റ്റ് സ്ക്രൂജിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വരിക. ഹലോ മിസ്റ്റർ സ്ക്രൂജ്, ഹൗ ആർ യു എന്ന് ചോദിച്ചുകൊണ്ട് വരിക. ആര് വരും? ഗോസ്റ്റ് വരുന്നു. ഹൂസ് ഗോസ്റ്റ്? ജേക്കബ് മാർലിസ് ഗോസ്റ്റ്. Who is Jacob Marley? അദ്ദേഹത്തിന്റെ ഫ്രണ്ട്, സ്ക്രൂജിന്റെ ഫ്രണ്ടാണ്. ഓക്കെ, chain of Marley's ghost told Scrooge he had forged the chain of his misery link by link through his life, and now regretted the way he had lived his life, but could do nothing about it since he was dead. അദ്ദേഹം പറയാ, ഞാനിപ്പോ അനുഭവിക്കുന്ന കഷ്ടപ്പാടുണ്ടല്ലോ, നരകത്തിൽ ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുണ്ടല്ലോ, ഭയങ്കര ലിങ്ക് ബൈ ലിങ്ക് ഓരോരോ കണക്ഷൻ ജീവിതത്തിൽ
അത് ചെയ്തു, ഇത് ചെയ്തു, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞ് മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഞാൻ ചെയ്തത് ശരിയല്ലായിരുന്നു എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു കാര്യമില്ല. അതുകൊണ്ട് ഒരു രക്ഷയില്ല. Then the ghost said, I am here tonight to warn you that you have left a chance and hope of escaping my fate, Ebenezer. Ebenezer Scrooge എന്നാണല്ലോ അദ്ദേഹത്തിന്റെ പേര്, മറ്റേ നമ്മുടെ പേര്. അപ്പൊ എബനേസർ, ഞാൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഈ രാത്രി ഞാനിവിടെ വന്നിരിക്കുന്നത് നിന്നെ വാൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്കോ നന്നാകാൻ പറ്റില്ല, മരിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. നിന്നെ ഉപദേശിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. നിനക്ക് ഇപ്പോഴും ചാൻസ് ഉണ്ട്. യു ഹാവ് എ ചാൻസ് ആൻഡ് ഹോപ്പ് ഓഫ് എസ്കേപ്പിംഗ് മൈ ഫേറ്റ്. എന്റെ വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ, എന്റെ വിധി പോലത്തെ വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് ചാൻസ് ഉണ്ട്. He also told Scrooge that for his own good, he would be haunted by three spirits. ഇനിയാണ് തുടങ്ങുന്നത്. എന്താ? He also told Scrooge that that for his own good, അദ്ദേഹം നല്ലതിന് വേണ്ടിയിട്ട് he would be haunted by three spirits. 3 സ്പിരിറ്റുകൾ വരും, 3 ആത്മാക്കൾ വരും. നിന്റെ പുറകെ 3 ആത്മാക്കൾ വരും എന്ന് പറഞ്ഞു സ്ക്രൂജിനോട്. ഓക്കെ. After delivering his message, the ghost vanished. അത്രയും മെസ്സേജ് പറഞ്ഞിട്ട് നമ്മുടെ ഗോസ്റ്റ് vanished. What is vanished? എന്താണ് vanished എന്ന് പറഞ്ഞാൽ? മറഞ്ഞു പോയെന്നൊക്കെ പറയുന്ന പോലെ. അത് തന്നെ, അപ്രത്യക്ഷമായി മറഞ്ഞു പോയി. അത് തന്നെ. ഓക്കെ, ഡിസപ്പിയർഡ്. 3 ഗോസ്റ്റ് വരുന്നല്ലേ പറഞ്ഞത്? അതിലെ ഫസ്റ്റ് വരികയാണ്. The first spirit to visit Scrooge was the ghost of Christmas past. എല്ലാം ക്രിസ്മസിന്റെ ഗോസ്റ്റുകളാണ്. The first spirit to visit Scrooge was the ghost of Christmas past. കഴിഞ്ഞ കാല ക്രിസ്മസിന്റെ ഗോസ്റ്റാണ് വരുന്നത്. കഴിഞ്ഞതാ. ഓക്കെ. ഏതാ ക്ലിയർ ആവില്ല? ക്ലിയർ സൗണ്ട് കിട്ടുന്നില്ലേ? ബാക്കിയുള്ളവർക്ക് സൗണ്ട് എനിക്ക് ക്ലിയറാ സാറേ. അതെ, സൗണ്ട് ഇല്ല. അങ്ങനെ ഇവിടുത്തെ പ്രശ്നമാണ് എല്ലാവർക്കും ഒരേപോലെ വരണ്ടേ? ഇവിടെ പണി നടക്കുന്നുണ്ട്, അതിന്റെ സൗണ്ട്. അത് ശരിയാ സാറേ, വേറെ സൗണ്ട് ഇടയ്ക്ക് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്. അവിടെ ഈ ജനൽ അടയ്ക്കാൻ പറ്റാത്തുള്ള പ്രശ്നമുണ്ട്. ഈ ഇപ്പൊ 2ാം നിലയല്ലേ, ഇവിടെ ജനലില്ല, അത് അടയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പുറം പണി നടക്കുന്നു, അതിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ട്. കാര്യമില്ല. ഓക്കെ. എനിവേ, the first spirit to visit Scrooge was the ghost of Christmas past. കഴിഞ്ഞ കാല ക്രിസ്മസിന്റെ ഗോസ്റ്റാണ് ആദ്യം വന്നത്. It was a strange figure like a child. Yes, not so like a child, as like a small old man. എന്താണ്? It was a strange figure. ഒരു പ്രത്യേക ഒരു രൂപം, ഫിഗർ. Like a child, ഒരു കുട്ടിയെ പോലെ. Yet not so like a child. എന്നിട്ട് ഒരു കുട്ടിയെ പോലെ അല്ല. As like a small old man, ഒരു ചെറിയ ഓൾഡ് മാനെ പോലെ. Its hair was white as if with age. പ്രായമായതുപോലെ ഹെയർ ഇങ്ങനെ വൈറ്റ് കളറാണ്. And at his face was young. എന്നിട്ടും ഫേസ് നോക്കിയാൽ യങ് ആയിട്ട് തോന്നും. It wore a white dress with a shimmering belt. ഒരു ബെൽറ്റ് കൊണ്ട് ഒരു വൈറ്റ് ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഗോസ്റ്റുകൾ സാധാരണ വരുന്നത് ഏത് ഡ്രസ്സിലാ? സാറേ, മലയാളം പടത്തിലെല്ലാം വൈറ്റിലും ഇംഗ്ലീഷ് പടത്തിലെല്ലാം കറുപ്പിലും. ഇംഗ്ലീഷ് പടത്തിൽ കറുപ്പില്ല, അത് കറക്റ്റാ, ശരിയാ. സാധാരണ മലയാളം പടത്തിൽ മുഴുവൻ വരുന്നത് നമ്മൾ കേൾക്കും മുഴുവൻ എന്താ വൈറ്റ് ഡ്രസ്സിലാണ് വരുന്നത്. ഈ ഇംഗ്ലീഷ് പടത്തിലെല്ലാം ശരിയാ ബ്ലാക്ക് ആയിട്ട് വരുന്നുണ്ട്. ശരിയാ സാറേ, നമ്മുടെ മലയാളത്തിൽ വരുന്ന പടത്തിലെ എല്ലാ യക്ഷികളും നല്ല കുളിച്ചൊരുങ്ങി നല്ല മുടിയൊക്കെ ചെയ്യി വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ. അപ്പുറത്ത് അങ്ങനെയൊന്നുമില്ല. അതുപോലെ എന്തായി പറയുന്ന ഒരു കൾച്ചറിന്റെ പ്രശ്നമായിരിക്കും. നമുക്ക് നോക്കാം. നമ്മൾ ഡീസന്റ് ആയതുകൊണ്ട് നമ്മൾ വെളുത്തിരിക്കുന്നതാണ്.
Okay, anyway, Page was saying it wore a white dress with a shimmering belt. But the strangest thing about it was that a bright, clear jet of light sprung from the top of its head that illuminated everything. ഇതിൽ ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം എന്താ? About it was that a bright, clear jet of light, ഒരു ലൈറ്റ് sprung from the top of its head. ഹെഡിന്റെ മുകളിൽ നിന്ന് ലൈറ്റ് താഴേക്ക് വരുന്നുണ്ട്. അത് ഈ ശരീരത്തിനെ മൊത്തം ഇല്യൂമിനേറ്റ് ചെയ്തു, തിളക്കപ്പിച്ചു. ഓക്കെ, the spirit took Scrooge back through time, long back. ഈ സ്പിരിറ്റ് സ്ക്രൂജിനെ കുറെ കാലം പുറകോട്ട് കൊണ്ടുപോയി. Past his school days, അദ്ദേഹത്തിന്റെ സ്കൂൾ ഡേയ്സ് വരെ കൊണ്ടുപോയി, പണ്ടത്തെ സ്കൂൾ കാലം. And to the Christmases he used to enjoy as a young child. അതുപോലെ തന്നെ യങ് ചൈൽഡ് ആ സമയത്തുള്ള ക്രിസ്മസിലേക്ക് കൊണ്ടുപോയത്. As a lad that he spent at the boarding school. So boarding school അവൻ പഠിച്ചപ്പോൾ ഉള്ള കാലത്തേക്ക് കൊണ്ടുപോയി. Miserable and alone. It also, നമുക്കറിയാം ബോർഡിംഗ് സ്കൂളിലൊക്കെ പോകുന്നതെങ്കിൽ ഒറ്റയ്ക്കായിരിക്കും, വീട്ടിൽ നിന്നും ആരുമില്ല, ആകെ ബോറായിരിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവരും പോയത്. Miserable and alone. It also showed him how he had lost the love of a loving and caring woman by becoming a hard miser, interested only in money. ഈ കാലഘട്ടം കൊണ്ടാണ്, ഈ പ്രശ്നങ്ങളെല്ലാം കൊണ്ടാണ് അദ്ദേഹം ഒരു മൈസറായി മാറിയത്, ഒരു ഫിസിക്കനായി മാറിയത്. ഓക്കെ, ഒരു ഫിസിക്കനായി മാറാനുള്ള കാരണമാണ് അത് പറഞ്ഞത്, ഈ ഗോസ്റ്റ് കാണിച്ചു കൊടുത്തത്. എന്താണ് കാരണം? ബോർഡിംഗ് സ്കൂളിലാണ്, അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല, ലവിങ് മദർ, ലവിങ് വുമണിന്റെ കെയർ ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവൻ തീരുമാനിച്ചു, ഞാൻ ഒരു ഫിസിക്കനായി മാറും, പൈസ ഉണ്ടാക്കുക, ചെലവാക്കില്ല. ഓക്കെ, അത് ഒന്നാമത്തെ ഗോസ്റ്റ് വന്നത്. രണ്ടാമത്തെ ഗോസ്റ്റ്, നെക്സ്റ്റ് വിസിറ്റർ, ദ ഗോസ്റ്റ് ഓഫ് ക്രിസ്മസ് പ്രസന്റ് ടെൻസിലെ നമ്മൾ ഇപ്പോഴത്തെ ഗോസ്റ്റ് ആണ് വന്നത്. Was a jolly ghost in a loose green robe. ഗ്രീൻ കളറില്ല, നമ്മൾ കണ്ടത് വൈറ്റും ബ്ലാക്കും ഗോസ്റ്റുകളെ കുറിച്ച് നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ചത്. ഇപ്പൊ ഇതാ ഒരു ഗ്രീൻ കളറുള്ള ഗോസ്റ്റ്, ഗ്രീൻ ഡ്രസ്സില്, ലൂസ് ഗ്രീൻ റോബ് ബോർഡേർഡ് വിത്ത് വൈറ്റ് ഫർ. അതിന്റെ സൈഡിലൂടെ വൈറ്റ് ഫറുണ്ട്, ഇത് രോമങ്ങളുള്ള ഉടുപ്പും. It was a jolly ghost. എന്താ ജോളി ഗോസ്റ്റ്? ഈ ഗോസ്റ്റിന് ഭയങ്കര സന്തോഷമാണ്, ജോളി, ഹാപ്പി, വെരി ഹാപ്പി ആൻഡ് എൻജോയിങ്. It showed Scrooge what joys and pleasant experiences he missed by not participating in Christmas, and took Scrooge on a tour of poor, everything their humble Christmases. അദ്ദേഹം പറഞ്ഞു, കാണിച്ചു, നിങ്ങൾ ഇപ്പൊ ഈ പ്രസന്റിൽ ഈ ക്രിസ്മസിന്റെ ആഘോഷങ്ങൾക്കൊന്നും പങ്കെടുക്കാതെ ഇങ്ങനെ നടക്കുമ്പം എന്തെല്ലാം സന്തോഷമാണ് നിങ്ങൾ മിസ് ചെയ്യുന്നതെന്നാണ് സ്കൂളിനോട് കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പുവർ പീപ്പിൾ, പാവങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന സ്ഥലത്തേക്ക് സ്കൂളിനെ കൂട്ടിക്കൊണ്ടുപോയി. അവര് പാവങ്ങളാണ്, പൈസയില്ല, പുവർ പീപ്പിൾ, എന്നിട്ടും അവരെന്ത് ചെയ്യുന്നു, നല്ല സുന്ദരമായിട്ട് ആഘോഷിക്കുന്നു, ഉള്ളതുപോലെ ആഘോഷിക്കുന്നു. ഇവിടെ ഒരുത്തനോ കംപ്ലീറ്റ് പൈസയും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കുക. ബോബ് കാറ്റ്സ് ഫാമിലി വാസ് among them. നമ്മുടെ ബോബ് കാറ്റ്സ് ആരാ? ഈ ബോബ് ക്രാറ്റ്സ് ആരാ? കുറച്ചു മുമ്പ് വായിച്ചതാ, പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഈ ബോബ് ക്രാറ്റ്സ് എന്ന് പറയുന്നുണ്ട്, അദ്ദേഹം ആരാണ്?
അത് ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ? അതെ, ഗുഡ്. അത് ആരാണ്? അദ്ദേഹത്തിന്റെ ക്ലർക്കാണ്, സ്ക്രൂജിന്റെ ക്ലർക്കാണ്, ക്ലർക്ക്. ഓക്കെ, അദ്ദേഹത്തെ ഇവർ ഭയങ്കര ക്രൂവലായിട്ടാണ് ഈ ക്ലർക്കിനോടൊക്കെ നമ്മുടെ സ്ക്രൂജ് പെരുമാറുന്നത്. അദ്ദേഹം ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ്. ക്രാച്ചിക്സ് ഫാമിലി വാസ് ഈ ബോബ് ക്രാച്ചിക്സിന്റെ നമ്മുടെ ഈ ക്ലർക്കിന്റെ ഫാമിലിയും ആ കൂടെ ഉണ്ട് ക്രിസ്മസ് ആഘോഷിക്കുക. As also that of his nephew Fred, whose Christmas dinner Scrooge had rudely refused to join. അദ്ദേഹത്തിന്റെ സ്ക്രൂജിന്റെ നെഫ്യൂ ഫ്രെഡ് അദ്ദേഹത്തെ ഒരു ക്രിസ്മസിന്റെ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ഷണിച്ചായിരുന്നു ഡിന്നറിനൊക്കെ. അദ്ദേഹം ഭയങ്കര റൂഡായിട്ട് ഞാനെന്ന് പറയുന്നത് വേറെ പണിയൊന്നും ഇല്ല എന്നൊക്കെ ചോദിച്ച് ഒഴിവാക്കിയതാ. അതും കാണിച്ചു കൊടുത്തു. ഓക്കെ, അത് പ്രസന്റ്. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? രണ്ട് ഗോസ്റ്റുകളാണ് വന്നത്, രണ്ട് സ്പിരിറ്റുകളാണ് വന്നത്, രണ്ട് ആത്മാക്കൾ. One is the ghost of Christmas past and the second one the ghost of Christmas present. Ghost of Christmas past കാണിച്ചു കൊടുത്തത് ഇയാളുടെ കഴിഞ്ഞ കാലങ്ങൾ ഓർമ്മിപ്പിച്ചു, പൂജിന്റെ അതിനെ കുറിച്ചെല്ലാം കാണിച്ചു കൊടുത്തു. ഗോസ്റ്റ് ഓഫ് പ്രസന്റ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു, ഇപ്പോൾ നടക്കുന്ന ആഘോഷം അതും ഇതുമെല്ലാം. ഇനി ആരായിരിക്കും വരുന്നത്? പാസ്റ്റും പ്രസന്റും കഴിഞ്ഞു, ഇനി ആരായിരിക്കും? അതെ, ഫ്യൂച്ചർ, നോ ഡൗട്ട്. അപ്പോഴോ ഇതാണ് രസം. The last to visit the ghost was the ghost of Christmas yet to come. Yet to come എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ, yet to come, ഇനി വരാനുള്ളത്. അതാണ് നമ്മുടെ ലെസണിന്റെ ഹെഡിങ്ങും അല്ലെ, ടൈറ്റിലും. The spirit was covered in black from head to toe. തല മുതൽ വിരല് വരെ, ടോ വരെ ബ്ലാക്ക് കളറിലാണുള്ളത്. ഫെയ്ത്ത് പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് സിനിമയിലെ ബ്ലാക്ക്. നമുക്കറിയാം ബ്ലാക്ക് കാണുമ്പോൾ തന്നെ ഒരു പേടിയുണ്ട് അല്ലെ. വൈറ്റ് സാധാരണ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഈ ഗോസ്റ്റിന്റെ വൈറ്റ് മാത്രമാണ് ആർക്കും ഇഷ്ടമില്ലാത്ത പേടി. പക്ഷേ ബ്ലാക്ക് എന്ന് കളറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു പൊതുവെ ഒരു പേടി പോലെ ഒരു സൂചന വരും ഇല്ലേ. എന്നാലും ചിലരോടൊക്കെ ചോദിച്ചാൽ പറയും ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാ, വിച്ച് കളർ ഡു യു ലൈക്ക് ദ മോസ്റ്റ് ചോദിച്ചിട്ട് ചിലർ പറയും ബ്ലാക്ക് ആണ് എന്ന് പറയാറുണ്ട്. എന്നാലും പൊതുവെ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. ഷോണിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാ? യെല്ലോ. ഓക്കെ, ആൻമരിയ? കേൾക്കുന്നില്ല. റെഡ്. ഓക്കെ, യെല്ലോ. ഓക്കെ, ബ്ലാക്ക് ആർക്കും ഇഷ്ടമില്ല. സാർ ബ്ലാക്ക് എടുത്തോ. ഞാനോ? എനിക്ക് വേണ്ട, എനിക്ക് ഓറഞ്ച് മതി, അല്ലെങ്കിൽ പിങ്ക്, റെഡ്. ഇതേ കുറെ കളർ ഉണ്ട്. ഓക്കെ, ഏതായാലും ബ്ലാക്ക് ഇഷ്ടമല്ലെന്നല്ല, ബ്ലാക്ക് ഇപ്പൊ ഇഷ്ടപ്പെടാതെ പറ്റില്ല. ലൈഫ് നമ്മുടെ മുടിയെല്ലാം ബ്ലാക്ക് ആയിട്ടിരിക്കുന്നതാണല്ലോ രസം. അത് വൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്തെന്ന് ചില ബ്ലാക്ക് ഇഷ്ടം, ചില ബ്ലാക്ക് ഇഷ്ടമല്ല. അതെ, ചില ബ്ലാക്ക് ഇഷ്ടമാണ്. കാക്കയുടെ കളർ എന്താ? അടുത്ത കളർ അസ്ത്രോ ബ്ലാക്ക്. അതുകൊണ്ടല്ലേ പറയുന്നത് കറുപ്പിനഴകെ എന്നൊക്കെ പറയുന്നില്ലേ. കറുപ്പിനഴകുണ്ട്, എന്തോ നല്ലുണ്ട്. കാക്കാനെ കാണാൻ നല്ല രസമുണ്ട്. പലരും പറയും കാക്ക വലിയേ, പക്ഷെ എനിക്ക് കാക്കനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ? അതാണ് നമ്മുടെ പരിസരം മുഴുവൻ വൃത്തിയാക്കുന്നത്. ശരിക്കും ക്ലീൻ ചെയ്യുന്നുണ്ട് നമ്മുടെ സറൗണ്ടിങ്സ് മുഴുവൻ. നമ്മൾ അതിന്റെ രീതിയിൽ വലിച്ചെറിയുന്ന സാധനങ്ങളെല്ലാം തിന്നിട്ടാണേലും അത് മുഴുവൻ ക്ലിയർ ചെയ്യുന്ന ആരാ? ക്ലീൻ ആക്കുന്നത് കാക്കയാണ്. അതുകൊണ്ട് കാക്കകൾ നല്ലതാണ്. കാക്കകളുടെ കളർ കറുത്ത കാക്ക എന്നൊക്കെ പറയും. പക്ഷേ അതിനെ ഒന്ന് അടുത്ത് നോക്കിയാൽ മനസ്സിലാകും, നല്ല രസം അതിനെ കാണാൻ. രണ്ടുതരം കാക്കകളുണ്ട്, കാവലിക്കാക്കയും ബലിക്കാക്കയും. കേട്ടിട്ടുണ്ടോ? ഒരെണ്ണം വലുതാ, വലുത്. അത് ഭയങ്കര, അതിന്റെ കറുപ്പാണെങ്കിൽ ഒരു തിളക്കമുണ്ട്, ബോഡിക്ക് തിളങ്ങുന്ന കറുപ്പാണ്. രണ്ടാമത്തെ പറഞ്ഞത് ചെറുതാ, കുറച്ച് സൈസ് ചെറുതാ. അത് എന്ത് കുറച്ചുകൂടെ ചെറുതാണ്, മറ്റേ കാക്കയെക്കാളും ചെറുതാണ്. പക്ഷെ ഒരു ഗ്രേ കളർ ഉണ്ട് കഴുത്തിനൊക്കെ. അതാണ് നമ്മളോട് സാധാരണ കൂടുതലും കാണുന്നത്. ഓക്കെ, അത് കാക്ക. ഇനി ഏതായാലും കറുപ്പിനഴക് കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ പാട്ടുകളുണ്ട്. അന്മയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറെ പാട്ടുകൾ അറിയായിരിക്കും. കറുപ്പിനഴകെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒന്ന്. പിന്നെ വേറെ ഏതൊക്കെയാ ആൻമരിയ?
കറുപ്പിന്റെ അഴകിനെ കുറിച്ചുള്ള പാട്ടുകൾ ഒന്ന് കണ്ടുവെച്ച് വെക്കണം. അടുത്ത ക്ലാസ് പാടിക്കും. കറുത്ത പെണ്ണെ എന്നൊക്കെ പറഞ്ഞ് കാണുന്നില്ലേ? അങ്ങനെ കറുപ്പിനെ കുറിച്ച് പറയുന്ന പാട്ടുകൾ. റെഡി? അത് പിന്നെ മതി, അടുത്ത ക്ലാസ്സിലേ ഉള്ളൂ. അൻമരി മാത്രമല്ല, ബാക്കി 2 പാട്ടുകാരെ കൊണ്ടും പാടിക്കും. സോൺ അവരുടെ കൈ കൂപ്പുന്നുണ്ട്. അവൻ ഇപ്പൊ തന്നെ പാടിക്കണമെന്നാണ് മിസ്സേ കേൾക്കുന്നില്ല. മിസ്സല്ല, സാറ് കേൾക്കുന്നില്ല. ഇപ്പൊ ഹലോ, അത് മാത്രമല്ല കേൾക്കാത്തേ. സാറേ കേൾക്കുന്നില്ല. അത് മാത്രമല്ല, ബാക്കിയെല്ലാം കേട്ടല്ലോ. എന്താ സാറേ? ഒന്നുമില്ല, ഞാൻ മെസ്സേജ് ടൈപ്പ് ചെയ്ത് വിടാം, അപ്പൊ കാണാലോ. സാറേ, എന്റെ കണ്ണിന് എന്തോ ഒരു ചെറിയ കുഴപ്പമുണ്ട്. എനിക്ക് എന്തോ ചെറിയ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. നിന്നെ കാണുന്നില്ല, ബാക്കി എല്ലാവരെയും കാണുന്നുണ്ട്. അപ്പൊ എന്തോ കുഴപ്പമുണ്ട് കണ്ണിന്. Okay, so the spirit was covered with in black from head to toe. Its face and shape was not visible. അതിന്റെ ഫേസും കാണുന്നില്ല, ഷേപ്പും കാണുന്നില്ല, മൊത്തം ഒരു കറുപ്പ് മാത്രം. കണ്ടാൽ തന്നെ നല്ല പേടി തോന്നും. Okay, visible except for its hand, it was stretched out with a finger pointing ahead. കൈ മാത്രം കാണാം, ഇങ്ങനെ പോയിന്റിങ് അഹെഡ്, മുമ്പോട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കൈ മാത്രം കാണാം, വേറൊന്നും കാണാൻ പറ്റില്ല. കൈ മാത്രം ഈ കാണുന്ന പോലെ ഇരിപ്പുണ്ട്, ഇങ്ങനെ മുമ്പോട്ട്. വേറെ ഫേസിങ് കാണുന്നില്ല, ബോഡിയും കാണുന്നില്ല, ആകെ കറക്ക് മാത്രം, കൈ മാത്രം, ഫിംഗർ മാത്രം ഇങ്ങനെ ഉണ്ട്. ഓക്കെ, Scrooge was filled with deep fear. അത് കണ്ടപ്പോ ഇതുവരെ അവന് തമാശയായിരുന്നു. ആർക്ക്? സ്ക്രൂജിന്. ഇതിനെ കണ്ടപ്പം Scrooge was filled with deep fear. ഭയങ്കര പേടി തോന്നി. His terror turned ice cold. His terror turned ice cold. ആ പേടി എന്തായിട്ട് മാറി? തണുത്തുറങ്ങി ഇങ്ങനെ പേടിച്ച് വിറച്ച് മരവിച്ചു പോയി നമ്മൾ പറയല്ലേ പേടി കാരണം. When the spirit did not utter a word but just stood there pointing. ഇവന് കൂടുതൽ പേടി തോന്നാൻ കാരണം, ഇയാൾക്ക് കൂടുതൽ പേടി തോന്നാൻ കാരണം ഒറ്റ കാരണമുള്ളൂ. ഒന്ന്, ഇതിന്റെ അപ്പിയറൻസ്, ഒന്നും കാണാൻ പറ്റുന്നില്ല, മുഴുവൻ കറുപ്പ്. 2, ഇതൊന്നും പറഞ്ഞില്ല. മറ്റേ 2 ഗോസ്റ്റുകളും ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കുകയും പറയുകയും ചെയ്തു. ഇത് ഒരു അക്ഷരം വീണ്ടും ഇങ്ങനെ വന്ന് നിൽക്കുക, നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരാൾ വന്ന് നിൽക്കുക എന്ന അവസ്ഥ. രാത്രിയാണ്, നിങ്ങൾ ഒറ്റയ്ക്കാണ്, ഫുൾ ബ്ലാക്ക് ഡ്രസ്സിൽ ഇങ്ങനെ ഒരാൾ തലയിറങ്ങി വീണാ മതി, പിന്നെ ഒന്നും ചിന്തിക്കണ്ട. പിന്നൊന്നും ചിന്തിക്കണ്ട, ശരിയാ. അങ്ങനെ നിൽക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക, എന്ത് സംഭവിക്കും? സാർ, ഒന്നും സംഭവിക്കില്ല. കാറിയിട്ടും കാര്യമില്ല, ഓടിയിട്ടും കാര്യമില്ല. അതെ, അവരെ തല്ലാൻ നോക്കിയിട്ടും കാര്യമില്ല, ഒരു കാര്യമില്ല, ബോധം കെട്ട് വീണോളുക. പണ്ട് മല്ലന്റെയും മാധവന്റെയും കഥയില്ലേ തലയിൽ പിടിക്കാൻ വന്നത്? സാറെ, പ്രേതം 2 ആ വീടിന്റെ അകത്ത് കയറിയപ്പോ തലകറങ്ങി വീണില്ല, അതേപോലെ. അങ്ങനെയുണ്ടോ? പ്രേതം ഏതാണേലും his terror turned ice cold when the spirit did not utter a word but just stood there pointing. ഇങ്ങനെ കൈ ചൂണ്ടി നിൽക്കുന്നതല്ലാതെ ഒരക്ഷരം പറയുന്നില്ല. അതാണ് അവനെ കൂടുതൽ പേടിപ്പിച്ചത്. ഓക്കെ, സോ അത്രയും നമുക്ക് ഇപ്പോൾ എടുത്ത് നിർത്തുന്നില്ല. ഒരു പാരഗ്രാഫ് എടുക്കാൻ തോന്നുന്നു. Are you the ghost of Christmas yet to come? asked Scrooge. വരാനുള്ള ക്രിസ്മസിന്റെ ഗോസ്റ്റ് ആണോ താങ്കൾ? The spirit did not answer but pointed ahead. സ്പിരിറ്റ് ഒന്നും പറഞ്ഞില്ല, എന്നിട്ടും ഒന്നും പറഞ്ഞില്ല, ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നത് മാത്രം. ഓക്കെ, അത്രയും മതി. Time going to be completed and you just draw a line there. We will continue in the next class. Okay, just up to there you read 2 or 3 times so that any doubt can be clarified in the next class. Okay, ഗോസ്റ്റിനെ കുറിച്ചുള്ള സ്റ്റോറികളും കറുപ്പിനെ കുറിച്ചുള്ള പാട്ടുകളും പിടിച്ചോണ്ടിരുന്നോളുക. എല്ലാം റെഡിയാക്കി വെച്ചേക്കുക. 2 ലൈൻ വീതം പാടിക്കും. കൂടുതലും ആൻമരിയ തന്നെ ആയിരിക്കും പാടുക, എന്നാലും നോക്കാം. ഓക്കെ, റൈറ്റ്, ബൈ.